നമസ്തേ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഇനി റായ് ബറേലി MP ലോക്സഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച വയനാടിനെ രാഹുൽ കൈയൊഴിയുകയാണ്. വയനാടിനെ കൈവിട്ട് റായ് ബറേലിയെ വരിക്കുന്നതിലെ ചേതോവികാരം എന്താണ്? വയനാട് കുടുംബമാണെന്ന് കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച രാഹുൽ റായ് ബറേലിയോട് എന്തേ ഇത്ര മമത, എന്തേ ഇത്ര പ്രതിപത്തി? പ്രതിസന്ധി ഘട്ടത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ വഞ്ചിക്കുകയല്ലേ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. തേച്ചില്ലേ രാഹുൽ? കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് PM നിയാസ്, BJP വക്താവ് TP ജയചന്ദ്രൻ മാഷ്, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് PM നിയാസിൽ നിന്ന് ആരംഭിക്കുകയാണ്. അഡ്വക്കേറ്റ് നിയാസ്, 2019 അമേഠിയിൽ തറ തൊടില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രാഹുൽ വയനാട്ടിലേക്ക് എത്തിയത്. രാഹുലിനെ വയനാട്ടുകാർ ഏറ്റെടുക്കുക മാത്രമല്ല, ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്തു. 2024 രാഹുൽ ചുരം കയറി വയനാട്ടിൽ എത്തി മത്സരിച്ചു. മിന്നുന്ന വിജയം വയനാട്ടുകാർ വീണ്ടും സമ്മാനിച്ചു. റായ് ബറേലിയിലും ബലം പരീക്ഷിച്ചു, അവിടെയും വിജയിച്ചു. UP ജയിച്ചപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിച്ച കേരളത്തെ രാഹുൽ എന്തുകൊണ്ട് പുറന്തള്ളുന്നു? അഡ്വക്കേറ്റ് നിയാസ്. നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മളൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇന്ത്യയിലും കേരളത്തിലും ആദ്യമായിട്ടാണോ 2 സ്ഥലത്ത് മത്സരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട വാജ്പേയി 2 തവണ മത്സരിച്ചു. 2 തവണയിൽ നിന്നും അദ്ദേഹം ജയിച്ച സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് രാജിവെച്ചു. എത്ര ആൾക്കാർ മത്സരിച്ചിട്ടുണ്ട്? നരേന്ദ്രമോദിക്ക് പോലും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലേ? നമ്മള് ഇന്ത്യയിലെ BJP ആയാലും കോൺഗ്രസ് ആയാലും മറ്റു രാഷ്ട്രീയ കക്ഷികളായാലും 2 തവണ മത്സരിക്കാറുണ്ട്. മത്സരിച്ചതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒരു സ്ഥലം 2 സ്ഥലത്തും ജയിച്ചാൽ ഒരു സ്ഥലമല്ലേ എടുക്കും. കഴിഞ്ഞ തവണ 2 സ്ഥലത്തും രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നല്ലോ. 2 തവണ മത്സരിച്ചിട്ടും ഒരു സ്ഥലത്ത് മാത്രമേ രാഹുൽ ഗാന്ധി ജയിച്ചു എന്നത് കൊണ്ട് ഒരു സ്ഥലത്ത് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഇത്തവണ അദ്ദേഹം ആദ്യം തന്നെ വയനാടാണ് മത്സരിച്ചത്. വയനാടിന്റെ ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് അവസാന ഫേസിലുള്ള UP ഒരു അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പാർട്ടി തീരുമാനിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് വലിയൊരു അപരാധമാണോ? ഈ ഗുജറാത്തിലുള്ള ഇന്ത്യയിലെ ഇന്നത്തെ പ്രധാനമന്ത്രി എന്തേ ഗുജറാത്തിൽ നിന്നും കെട്ടി UP വന്നത്, വാരണാസിയിലേക്ക് വന്നത്? അദ്ദേഹത്തിന് ഗുജറാത്തിൽ തന്നെ സുരക്ഷിതമായ ഒട്ടനവധി സീറ്റുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പൊളിറ്റിക്കലായി അതുകൊണ്ട് രാഷ്ട്രീയപരമായി അത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിലൊരു ഉദ്ദേശം ഉണ്ടാവും. അങ്ങനെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നരേന്ദ്രമോദി UP വന്നത്. UP ഒരു ബന്ധവുമില്ലാത്ത നരേന്ദ്രമോദി UP വന്നു. സ്വാഭാവികമായും കേരളവുമായി കാര്യമായി രാഷ്ട്രീയ ബന്ധങ്ങൾ മാത്രമുള്ള രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നു. അത് അന്നത്തെ സാഹചര്യത്തിൽ ആ കേരളത്തിലേക്ക് വന്നത് പിന്നീട് നമ്മള് UP തിരിച്ചുപോയി തീരുമാനമെടുത്തത് അദ്ദേഹമല്ലല്ലോ. അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞല്ലോ, ഏതാണ് ഞാൻ ഒഴിവാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടും എനിക്ക് വൈകാരികമായി ബന്ധമുള്ളതാണ്, ഹൃദയബന്ധമുള്ളതാണ്. പക്ഷെ എനിക്ക് ഒന്ന് ഒഴിവാക്കിയല്ലേ പറ്റൂ. അത് പൊളിറ്റിക്കലായ തീരുമാനമാണ്. ആ തീരുമാനം വന്നതിൽ അവിടെ എന്തുകൊണ്ട് വൈകാരികമായി ബന്ധമുണ്ട് 2 മണ്ഡലങ്ങളോടും, പക്ഷെ അവിടെ എന്തുകൊണ്ട് വയനാട്ടിനെ പുറന്തള്ളി എന്നുള്ളതാണ് ചോദ്യം. അല്ല, അഡ്വക്കേറ്റ് PM നിയാസ്, ഞാൻ ആമുഖത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുലിനെ ചേർത്ത് പിടിച്ചവരാണ് വയനാട്ടുകാർ, അല്ലാന്ന് പറയാൻ പറ്റുമോ? താങ്കൾക്ക് വിയോജിപ്പുണ്ടോ അക്കാര്യത്തിൽ? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റൊരിടത്തും ജയിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് 2019 വയനാട്ടിലേക്ക് എത്തിയത്. വയനാട് സുരക്ഷിത മണ്ഡലമാണ്. അല്ല, അത് മാത്രമല്ല അഡ്വക്കേറ്റ് നിയാസ്, അത് മാത്രമല്ല രാഹുലിനെ മാത്രമല്ല ജയിപ്പിച്ചത്. 19 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചതിന്, അല്ലെങ്കിൽ അവർ വിജയിച്ചതിന് ഒരു പ്രധാന ഘടകവും രാഹുലിന്റെ കേരളത്തിലെ സാന്നിധ്യമായിരുന്നു, അല്ലാതെ പറയാൻ പറ്റുമോ? അപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞു പോവല്ല. കാരണം ഈ കേരളത്തിലെ ഈ കാര്യങ്ങൾ ശരിയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇത്തവണയും ഞങ്ങൾക്ക് 18 സീറ്റ്, ഒരു സീറ്റേ കഴിഞ്ഞ കുറവുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ അദ്ദേഹം ഒന്നുമല്ലാത്ത നരേന്ദ്രമോദിയാക്കിയതും ഇന്ത്യയിലെ ഒരു നല്ല മുഖ്യമന്ത്രി എന്ന് പേരെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും ഇന്ത്യയിലെ മറ്റ്
സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിയെ നോക്കൂ, ഗുജറാത്തിലേക്ക് നോക്കൂ എന്ന് ചിന്തിപ്പിക്കുവാൻ അവസരം ഉണ്ടാക്കിയത് ഗുജറാത്താണ്. അപ്പൊ ഗുജറാത്ത് ഇല്ലെങ്കിൽ ഗുജറാത്ത് മൈനസ് അല്ലെങ്കിൽ നരേന്ദ്രമോദി മൈനസ് ഗുജറാത്ത്, അദ്ദേഹം വട്ടപൂജ്യമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന് എല്ലാ ഇടവും നൽകി ഒരു 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 മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പ്രധാനമന്ത്രി കസേരയിലേക്ക് ഡയറക്റ്റ് കൺവെൻഷൻ ഉണ്ടായതും ഗുജറാത്താണ്. ആ ഗുജറാത്തിൽ അദ്ദേഹം കൈയൊഴിഞ്ഞു അങ്ങയുടെ ഭാഷയിൽ. അദ്ദേഹത്തിന് എല്ലാ നല്ല കാലത്തും അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്നും അദ്ദേഹമാക്കിയ ഗുജറാത്തിൽ കാശി വിശ്വനാഥന്റെ മണ്ണിൽ ജയിക്കണം എന്ന ആഗ്രഹം നരേന്ദ്രമോദിക്ക് ഉണ്ടായി, അദ്ദേഹം മത്സരിച്ചു. അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം അദ്ദേഹം യു പിയിലേക്ക് വന്നതിന്റെ അർത്ഥം എല്ലാ കാലത്തും കൂടെ നിന്ന അദ്ദേഹമാക്കിയ ഗുജറാത്തിനെ മറന്നു എന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ പുറങ്കാല് കൊണ്ട് ഗുജറാത്തിലേക്ക് ചവിട്ടിയാണോ അദ്ദേഹം യു പിയിലേക്ക് വന്നത്? അദ്ദേഹം യു പി വന്നിട്ടില്ല എങ്കിലും അദ്ദേഹം പ്രധാനമന്ത്രി ആവുമായിരുന്നില്ലേ? പക്ഷെ യു പിയിലേക്ക് അദ്ദേഹം വന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ തീരുമാനമാണ്. ആ ഉദ്ദേശം ഉണ്ടാകും. അല്ലാതെ ഗുജറാത്തിനെ എന്നേക്കുമായി അദ്ദേഹത്തെ ഒന്നുമല്ലായ്മയിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്ന പൊതിയിലേക്ക് കൊണ്ടുവന്ന് ഗുജറാത്തിനെ തകർത്തു എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പൊതുസ്വത്തായി അറിയപ്പെടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഞാൻ അങ്ങയുടെ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിന്റെ തലേ ദിവസം അങ്ങും ഞാനും തമ്മിൽ സംവാദത്തിലുണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ കോൺഗ്രസിന്റെ സീറ്റ് ദയനീയമാവും, താങ്കളുടെ മുന്നണിക്ക് കൂടുതൽ ആവില്ല. ഒരു മിനിറ്റ് ഇതാവും എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല. കേരളത്തിൽ UDFനെ തിരിച്ചടിയുണ്ടാവുന്ന ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അഡ്വക്കേറ്റ് നിയാസ്, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കേരളത്തിൽ UDFന് പഴയതുപോലെ 2019 പോലുള്ള സീറ്റുകൾ കിട്ടും എന്ന പ്രതീക്ഷയാണ് ഞാൻ വെച്ച് പുലർത്തിയത്. ഞാൻ തിരിച്ചടി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ജനം ടിവിയിൽ ഞാൻ വന്നതാണ്. ജനം ടിവിയിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുത്താണ് തലേ ദിവസം. അന്ന് നിങ്ങൾ പറഞ്ഞു കേരളത്തിലെ സ്ഥിതിയും ഇന്ത്യയിലെ സ്ഥിതിയും വെച്ച് നിങ്ങൾ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ ഭയങ്കരമായി പരിഹസിച്ചുകൊണ്ടാണ് ജനം ടി വി എന്നെ കടത്തിവിട്ടത്. ഇപ്പൊ കാലം തെളിഞ്ഞല്ലോ. കാരണം യു പിയിൽ പോലും പകുതിക്ക് പകുതി സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചില്ലേ? എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ചിരുന്നു നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 5 ലക്ഷത്തിൽ നിന്നും 1.5 ലക്ഷമായി കുറഞ്ഞു? യു പിയിലാണ്. അങ്ങ് കൂടുമാറി നല്ല ലാവണം നോക്കി നല്ല മണ്ണ് നോക്കി കടന്നു വന്ന യു പിയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം 1.5. ഞങ്ങളാരും എന്തെങ്കിലും കുഴപ്പം ചെയ്തിട്ടല്ലല്ലോ. അദ്ദേഹത്തിന് ജനസമ്മതി കുറഞ്ഞതുകൊണ്ടല്ലേ. ഇനി തിരിച്ച് അദ്ദേഹത്തിന് ഗുജറാത്തിലേക്ക് പോകാം, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് പൊളിറ്റിക്കൽ തീരുമാനം എടുക്കുമ്പോൾ അതിന് ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന രീതി അങ്ങക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് സ്വാഭാവികമാണ്. അങ്ങനെ എല്ലാ കാലത്തിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ പറയണോ? നിങ്ങൾ എത്ര സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാർ എത്ര പേര്? ഇന്ദിരാഗാന്ധി 2 സ്ഥലത്ത് മത്സരിച്ചിരുന്നില്ലേ? ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ അഡ്വക്കേറ്റ് നിയാസ് 2 ഇടങ്ങളിൽ മത്സരിക്കാം, 1-ൽ കൂടുതൽ ഇടങ്ങളിൽ മത്സരിക്കാം, എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ വയനാട് സുരക്ഷിതമായിട്ടുള്ള മണ്ഡലമാണ്. അവിടെ എന്തായാലും രാഹുൽ ഗാന്ധി ജയിക്കും, പരാജയപ്പെടില്ല. പിന്നെ എന്തിന് അദ്ദേഹം റായ്ബറയിൽ പോയി നിന്നു എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഇനി എത്ര കോടിക്കണക്കിന് രൂപയാണ് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്, അല്ലെ? ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതൊന്നും നിങ്ങൾ ഇന്ത്യയില് BJP ആദ്യമായിട്ടാണോ ഈ 2 സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്? നിങ്ങൾ എത്ര നേതാക്കന്മാർ 2 തവണ? വാജ്പേയി ഇന്ത്യയിലെ നിങ്ങളുടെ നേതാവല്ലേ? നിങ്ങളുമായി ഒരു ബന്ധവുമില്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ വാജ്പേയി? 2 തവണ സ്ഥലത്ത് മത്സരിച്ചല്ലോ. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിൽ എത്ര പേർക്ക് 2 തവണ മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട്? അപ്പൊ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പാർട്ടി, ആ പാർട്ടിയിൽ 2 പേര് മത്സരിക്കുന്നത് ആദ്യത്തെ കാര്യമില്ല. പിന്നെ 3 ലക്ഷത്തിലെ മേലെയാണ് നമ്മുടെ യു പിയിലെ റായ്ബറേലിയിൽ ഭൂരിപക്ഷം കിട്ടിയത്. 3 ലക്ഷത്തിലെ മേലെയാണ് വയനാട്ടിലും ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അപ്പൊ വയനാട്ടിൽ ഭൂരിപക്ഷവും റായ്ബറയിലെ ഭൂരിപക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ നിൽക്കുകയാണ്. നിങ്ങളെ പോലെ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്ക് ഇടിവ് സംഭവിച്ചിട്ടില്ല. അത് നിങ്ങൾ ആദ്യം പിന്നെ അപ്പൊ 2 സ്ഥലത്തും തുല്യമായി ലഭിക്കുകയാണ്. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അഡ്വക്കേറ്റ് PM നിയാസ്. അതായത് യു പിയിൽ പിറ്റേ ദിവസം എന്താ സംഭവിച്ചതെന്ന് അറിയാലോ? നിങ്ങൾ കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങി എന്നുള്ളതാണ്. പിറ്റേ ദിവസം മുസ്ലിം സ്ത്രീകൾ അവിടെ ക്യൂ നിന്ന് നമ്മുടെ പണം എവിടെ എന്ന് ചോദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതല്ലേ? മാത്രമല്ല
ഈ രാജ്യത്ത് ഈ പണം കൊടുത്ത് അധികാരം വാങ്ങുന്നതിന് അല്ല അങ്ങനെ ജയിച്ചവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, അയോഗ്യരാക്കണം എന്ന് പറഞ്ഞ് കോടതി പോയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മധ്യപ്രദേശിൽ ഗോവയിൽ മഹാരാഷ്ട്രയിൽ മധ്യപ്രദേശിൽ ഒക്കെ എന്തെല്ലാം കൊടുത്താണ്, എന്തെല്ലാം കാണിച്ച് തെളിവുണ്ട് ഇതുപോലെയുള്ള തെളിവുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എത്ര തെളിവുകൾ ഞാൻ ചോദിക്കട്ടെ. തായ്ക്ക് രായ്മാനം ഇന്നത്തെ ഗോവയുടെ ഉപമുഖ്യമന്ത്രിയുടെ പേരിൽ ഉള്ള കേസുകൾ തേഞ്ഞുമായി പോയ ചരിത്രം ഞങ്ങൾക്ക് അറിയില്ലേ? എത്ര സ്ഥലത്ത് നിങ്ങൾ പണം കൊടുത്തും പണം കൊടുക്കാതെയും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അധികാരത്തിൽ വന്നു. ഇനി അത് നടക്കില്ല. ആ കാലം കഴിഞ്ഞു. ഞങ്ങൾക്ക് പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഇന്ന് ഞങ്ങൾ രാജിവെക്കുന്ന സീറ്റിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ വീണ്ടും കോൺഗ്രസിന്റെ കൈപ്പത്തി കേന്ദ്രത്തിൽ ഒരാൾ ജയിച്ചു വരും. ഞങ്ങളുടെ എണ്ണം 99 നിന്നും അങ്ങക്ക് അറിയില്ലേ 102 ഇതാ 103 ആവാൻ പോകുന്നു. അങ്ങനെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഒരു 5-6 മാസം കൂടി കഴിയുമ്പോഴേക്ക് നിങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങള് ഈ കൂടുതൽ സീറ്റുകളിലേക്ക് കടന്നു വരികയാണ്. ഒരു സംശയം വേണ്ട. കൊലം പോലെ ശക്തമായ ഒരു പ്രതിപക്ഷം വേണം. ഇന്ത്യയില് ഭാരതത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ജയേന്ദ്ര മാഷേ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? വയനാട്ടുകാർ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുലിനെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ചു അല്ലേ? ഇപ്പോൾ ജനവഞ്ചനയല്ലേ കാണിക്കുന്നത്? നമ്പ്യാരെ, ഇതിൽ ചില വസ്തുതകള് നമ്മുടെ നിയാസ് പറഞ്ഞതിലുണ്ട്. ഭാരതത്തിലെ നിലവിലുള്ള നിയമപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് 2 നിയോജക മണ്ഡലങ്ങളിൽ 2 പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന് തെറ്റല്ല, കുറ്റകരമല്ല. പണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 2 ജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിത്വം രാജിവെച്ചേ പറ്റുകയുള്ളൂ. ഇവിടെ അദ്ദേഹം പറഞ്ഞ ചില ഉദാഹരണങ്ങൾ ശരിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം വഡോദരയിൽ മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹം വാരണാസിയിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ രാഹുൽ ഗാന്ധിയെ വിഭിന്നനാക്കുന്ന ഘടകം മറ്റൊന്നാണ്. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി വഡോദരയിൽ മത്സരിക്കുമ്പോൾ വഡോദരക്കാർക്കറിയാം അദ്ദേഹം വാരണാസിയിലും മത്സരിക്കുന്നുണ്ട്. 2 അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മണ്ഡലം ഉപേക്ഷിച്ചേ പറ്റൂ എന്നും വാരണാസിക്കാർക്കും അറിയാം, വഡോദരക്കാർക്കും അറിയാം. പക്ഷെ നിയാസ്ക, ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്ത ചതി എന്താണ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ ഒരു ദുർഘട ഘട്ടത്തിൽ വയനാട്ടിലെ വോട്ടർമാർ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. 4.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം വയനാട്ടിലെ കോൺഗ്രസുകാരോടും ലീഗുകാരോടും ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്ത ചതി എന്താണെന്ന് പറഞ്ഞാൽ, അന്നേ അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു മറ്റൊരു സ്ഥലമായ ഉത്തർപ്രദേശിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്ന്. പക്ഷെ അദ്ദേഹം ആ വിവരം വയനാട്ടുകാരോട് മറച്ചു വെച്ചു. ആ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് തന്നെ ഞങ്ങൾ ചോദിച്ചു രാഹുൽ ഗാന്ധിയോട്, നിങ്ങൾ വയനാടിന് പകരം മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമോ? അതിന് അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് നിയാസ്ക ഞാൻ സൂചിപ്പിക്കുന്നത്, UP-യിലെ അമേഠിയും റായ്ബറേലിയും ഒഴികെയുള്ള എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളുടെയും സീറ്റ് സ്ഥാനാർത്ഥിത്വം നിങ്ങൾ വളരെ നേരത്തെ പ്രഖ്യാപിച്ചു. വയനാട്ടുകാരെ പറ്റിക്കുന്നതിന് വേണ്ടി, വയനാട്ടുകാരെ ചതിക്കുന്നതിന് വേണ്ടി വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷമാണ് ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മറ്റൊരു മണ്ഡലം മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത്. എന്റെ ചോദ്യം, എന്തിന് രാഹുൽ ഗാന്ധി വയനാട്ടുകാരോട് ഞാൻ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്, ആ തീരുമാനമുണ്ട് എന്ന കാര്യം അദ്ദേഹം എന്തിനു മറച്ചു വെച്ചു? ഇന്നലെയും 2 ദിവസം മുമ്പാണ് അദ്ദേഹം വയനാട്ടിൽ വന്നത്. കെ സുധാകരനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷ ചെയ്തു. ആ മീറ്റിംഗിലും അദ്ദേഹം പറഞ്ഞത് എന്താണ്? എവരിബഡി നോസ് എവരിതിങ് എക്സെപ്റ്റ് മൈസെൽഫ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അഡ്വക്കേറ്റ് നിയാസ്? എവരിബഡി നോസ് എവരിതിങ് എക്സെപ്റ്റ് മൈസെൽഫ്. നോക്കൂ, എനിക്ക് മാത്രം അറിയില്ല എന്താണ് എന്റെ തീരുമാനമെന്ന്. വയനാട്ടുകാരെയും മറ്റുള്ള ഈ മണ്ഡലത്തിലെ ഈ റായ്ബറേലിയക്കാർക്കും സന്തോഷം വരുന്ന ഒരു തീരുമാനം ഞാൻ എടുക്കും. അറിയാതെ നിങ്ങളുടെ KPCC പ്രസിഡന്റ് അത് പരിഭാഷപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം പത്രക്കാരെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം വയനാട് ഉപേക്ഷിക്കുമെന്ന്.
എന്തിനാണ് ഈ ചതി പ്രയോഗം നടത്തിയത്? എന്തുകൊണ്ട് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഞാൻ ഇതാ റായ്ബറേലിയയിൽ മത്സരിക്കുമെന്ന ഈ വസ്തുത അദ്ദേഹം തുറന്നു പറഞ്ഞില്ല? ഇനി ഉപേക്ഷിക്കുന്നതും അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെയും വ്യക്തിപരമായ രാഷ്ട്രീയമായ തീരുമാനമാണ്, അതിൽ ഇടപെടാനൊന്നും ഞാനില്ല. പക്ഷെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുന്നത് നരേന്ദ്രമോദിയോടാകുമ്പോൾ, നരേന്ദ്രമോദിയുടെ സ്വന്തം തട്ടകമായ വഡോദരയിൽ മത്സരിച്ച അദ്ദേഹം വന്ന് ഇവിടെ വാരണാസിയിൽ മത്സരിച്ചു. ഒരു പുതിയ മേഖലയിലെ തന്നെ ജനങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം സ്വീകരിക്കാൻ തീരുമാനിച്ചത് ആ മണ്ഡലമാണ്. പിന്നീട് അദ്ദേഹം മറ്റൊരു മണ്ഡലം തെരഞ്ഞെടുത്തില്ല. പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്തത് എന്താണ്? അദ്ദേഹത്തെ ദുർഘടഘട്ടത്തെ കോൺഗ്രസിന്റെ എക്കാലത്തെയും കോട്ടകൊത്തളമായി തിരുവായ്ക്കെതിർവായില്ലാത്ത അമേഠി മണ്ഡലത്തിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു, വയനാട് എന്റെ കുടുംബമാണ്, അമേഠി എന്റെ കുടുംബമാണ്, റായ്ബറേലി എന്റെ കുടുംബമാണ്. ഒക്കെ ശരിയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് തന്നെ ഇത്രയും കാലം പോറ്റി വളർത്തുകയും സംരക്ഷിക്കുകയും നെഹ്റു കുടുംബത്തിന്റെ സമ്പത്തുമാക്കി വെച്ച അമേഠി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല? ഇതിനെയല്ലേ ഞങ്ങൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്? സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയാത്ത ഘട്ടം വന്നപ്പോൾ, സ്വന്തം ജനങ്ങൾ വോട്ടർമാർ തന്നെ പിൻകാലുകൊണ്ട് തൊഴിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഓടിയെത്തി അഭയം കൊടുത്ത വയനാട്ടിനെ അദ്ദേഹം തിരസ്കരിക്കുന്നതിൽ ഒരു അപ്രായോഗികതയില്ലേ? അദ്ദേഹം തിരിച്ചുപോയ അമേഠിയിലായിരുന്നു മത്സരിച്ച് ജയിച്ചതെങ്കിൽ ലോജിക് കൊണ്ട് അദ്ദേഹം അമേഠി തന്നെ സ്വീകരിക്കണം. പക്ഷെ അവിടെ അദ്ദേഹം സ്വീകരിച്ചില്ല. അതിനും കോൺഗ്രസിന്റെ കാരണങ്ങൾ ഉണ്ടാകാം. നിയാസിന് ഒരുപക്ഷെ അത് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുമുണ്ടാകാം. നമുക്കറിയാം, ഈ മണ്ഡലത്തിൽ നെഹ്റു കുടുംബത്തിലെ മറ്റൊരു അധികാര കേന്ദ്രം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. സ്വന്തം സഹോദരി ഭർത്താവ് അളിയൻ മറ്റൊരു അധികാര കേന്ദ്രമായി വളരുന്ന ഘട്ടത്തിൽ അത് തടയുക എന്ന ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടാകാം. രാഷ്ട്രീയ രംഗത്തിന്റെ അടകത്തളങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പൊ നിയാസ്ക, നിങ്ങൾ ഉന്നയിച്ച കുറെ ആരോപണങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ലേ? പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിച്ചത് കോൺഗ്രസിന്റെ വെറും ആരോപണം മാത്രമാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കും, ദീർഘകാല നിയമ പോരാട്ടം നടത്തി സോറനോട് JMM കോഴക്കേസില് ശിക്ഷിക്കപ്പെട്ട പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി? നിങ്ങളൊരു ആരോപണം പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് തെളിയിക്കപ്പെട്ട കാര്യമല്ലേ? ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവിന് പണം കൊടുത്ത് നിങ്ങൾ സ്വാധീനിച്ചത് കോടതി ശിക്ഷിക്കപ്പെട്ടതിന്റെ അർത്ഥം എന്താണ്? തെളിവ് സഹിതം പിടികൂടപ്പെട്ടിരിക്കുന്നു. മറിച്ച് നിങ്ങൾ പറയുന്നത് കേവലം ആരോപണം മാത്രമാണ്. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ഞങ്ങൾ JMM കോഴക്കേസിൽ കോടതി ശിക്ഷിക്കപ്പെട്ടതുപോലെ ഒരു നിയമ പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറാവാത്തത് എന്താണ്? ഇവിടെ മറ്റൊരു വിഷയവും കൂടിയുണ്ട്. അദ്ദേഹം വയനാട്ടുകാരോട് ചെയ്തത് ചതിയാണ്, വഞ്ചനയാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. ഒരു ആവൽ ഘട്ടത്തിൽ തങ്ങളുടെ കൂടെ നിന്ന മേഖലയെ, വോട്ടർമാരെ അദ്ദേഹം ചതിച്ചു. അതിനും കാരണമുണ്ട് നിയാസ്ക. നിങ്ങളിപ്പോ ഭൂരിപക്ഷമൊക്കെ പറയുമ്പോ എല്ലാ ഭൂരിപക്ഷവും നമ്മൾ കാണണമല്ലോ. രാഹുൽ ഗാന്ധിക്ക് 2019 കിട്ടിയ ഭൂരിപക്ഷം എന്തുകൊണ്ട് ഇടിവ് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ വയനാട്ടിലെ പ്രതിബദ്ധത എന്തായിരുന്നു? വയനാട്ടിലെ കുടിയേറ്റ കർഷക മേഖലകളിൽ കോൺഗ്രസിനുണ്ടായ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ ഗണ്യമായ കുറവിന്റെ കാരണം എന്താണ്? ഇതൊക്കെ അവഗണന ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്തത് പച്ച ശുദ്ധയായ രാഷ്ട്രീയം മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം, ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ രാഷ്ട്രീയ ധാർമ്മികത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ വയനാട്ടുകാർ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാനിതാ എന്റെ സ്വന്തം പ്രദേശമായ ഉത്തർപ്രദേശിൽ ഞാൻ മത്സരിക്കും, അതിനുശേഷം രണ്ടിടത്ത് എവിടെ നിന്ന് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. അതിൽ തെറ്റുണ്ടായിരുന്നില്ല. മറിച്ച് ഉത്തർപ്രദേശിലെ എല്ലാ സീറ്റുകളും പ്രഖ്യാപിച്ച കോൺഗ്രസ് രണ്ടാം ഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതിന് പ്രഖ്യാപിച്ചപ്പോൾ അമേഠിയും റായ്ബറേലിയും മാത്രം മാറ്റിവെക്കുകയും വയനാട് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് ശേഷം അത് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ വയനാട്ടുകാരെ ചതിക്കാൻ ഉറച്ച്, ഒരുപക്ഷെ വയനാട്ടുകാരെ നിഷ്കളങ്കതയോ രാഷ്ട്രീയ അജ്ഞതയോ അല്ലെങ്കിൽ കോൺഗ്രസിനോടും ഐക്യത്തിനോടുള്ള പ്രതിബദ്ധതയോ ചൂഷണം ചെയ്ത് തനിക്ക് ഒരു ഷുവർ സീറ്റ് തരപ്പെടുത്തി കഴിഞ്ഞ് താൻ മറ്റിടത്ത് ജയിക്കുകയാണെങ്കിൽ ഇവരെ ഉപേക്ഷിച്ചു പോകുമെന്നുള്ള പ്രഖ്യാപനത്തിന്റെ അദ്ദേഹം മനസ്സിലൊളിപ്പിച്ച ചതി ആയിരുന്നില്ലേ എന്ന് സംശയിക്കുന്നത് ഈ കാപട്യമാണ് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അഡ്വക്കേറ്റ് നിയാസ്, അതാണ് പോയിന്റ്. ഇപ്പോൾ ജയേന്ദ്ര മാഷെ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ചൂണ്ടിക്കാണിച്ച ആ പോയിന്റ് അദ്ദേഹം ആവർത്തിച്ചു. അതായത് ദുർഘട ഘട്ടത്തിൽ അല്ലെ വയനാട്ടുകാർ അദ്ദേഹത്തെ നെഞ്ചിലേറ്റി അദ്ദേഹത്തിന് വലിയ വിജയം സമ്മാനിച്ചു.
രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് അദ്ദേഹം റായ്ബറേലിയിലും മത്സരിക്കുമെന്ന് വയനാട്ടുകാരോട് പറഞ്ഞില്ല? ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല, താങ്കൾ നരേന്ദ്രമോദിയായിട്ട് താരതമ്യം ചെയ്തു. വഡോദരയും അതുപോലെ വാരണസിയിലും മത്സരിച്ചു. വാരണസി അദ്ദേഹം മുറുകെ പിടിച്ചു. അദ്ദേഹം രണ്ടാമതും 2024 ജനവിധി തേടിയത് വാരണസിയിൽ നിന്ന് തന്നെയാണ്, അല്ലേ? താങ്കൾ പറഞ്ഞു എന്തുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് UP-യിലേക്ക് പോയി എന്നുള്ളത്. പക്ഷേ അദ്ദേഹം വാരണാസിയെ മുറുകെ പിടിച്ചു. നേരെ മറിച്ച് രാഹുൽ ഗാന്ധി വയനാട് പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ച വയനാടിനെ കൈവിട്ട് അദ്ദേഹം റായ്ബറേലിയെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. റായ്ബറേലിയെയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കുടുംബം എന്ന് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. നോക്കൂ അനിലെ, ജയേഷ് മാഷ് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഇത് അദ്ദേഹം വീണ്ടും UP-യെ കോൺസെൻട്രേറ്റ് ചെയ്താൽ, ഉത്തരേന്ത്യയിലെ ഹിന്ദി ഭൂമിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തകർന്നടിച്ചു പോകുന്നത് BJP ആണ്. അപ്പൊ BJP-യുടെ വക്താവ് എന്ന നിലക്ക് മാഷ് പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി ആദ്യത്തെ തവണ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അമേത്തിയിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് വന്നത്. ഇത്തവണ നിങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സൗകര്യാർത്ഥം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 7 ഘട്ടങ്ങളാക്കി. 7 ഘട്ടങ്ങളാക്കിയതിൽ ഏറ്റവും ഒടുവിലെ ഘട്ടത്തിലേക്ക് നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെയുള്ള സീറ്റുകൾ, UP-യിലെ സീറ്റുകൾ മാറ്റിവെച്ചു. ഞങ്ങളല്ലല്ലോ, നിങ്ങളെ സൗകര്യം പോലെ നിങ്ങളെ ആജ്ഞാനുവർത്തികളായ നിങ്ങളുടെ പാർട്ടി എന്ന് പറയാവുന്ന, പാർട്ടിക്കാർ എന്ന് പറയാവുന്ന ആളുകളെയാണ് നിങ്ങളെ കൊണ്ട് കുടിയിരുത്തിയത്. അങ്ങനെ ഇരുത്തിയ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചതാണ്. അല്ലാത്ത പക്ഷം അദ്ദേഹം അവിടെ നോമിനേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ വരിക. അതിലൊന്നും തർക്കമില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് വളരെ ഭംഗിയായി ഞങ്ങൾ 2 തവണ അവിടെ നോമിനേഷൻ കൊടുത്തിട്ട് ഇവിടെ വരുന്നു. ഇവിടെ കൃത്യമായി രാഹുൽ അമേഠിയിൽ മത്സരിക്കുമോ, റായ്ബറേലിയിൽ മത്സരിക്കുമോ, ഇങ്ങനെ വലിയൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ, അല്ലേ? ആ സമയത്ത് രാഹുൽ തന്നെ പറയാമായിരുന്നല്ലോ, ഞാനിതാ അമേഠിയിലല്ല, വയനാട്ടിൽ മത്സരിക്കുന്നതിനോടൊപ്പം ഞാൻ റായ്ബറേലിയിലും ജനവിധി തേടുമെന്ന് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല വയനാട്ടുകാരോട്? അങ്ങനെയാണെങ്കിൽ ഇതിന് ചതി എന്ന് പറയാൻ പറ്റില്ല. കാരണം നേരത്തെ അദ്ദേഹം വയനാട്ടിലെ വോട്ടർമാരോട് അങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞതിൽ അദ്ദേഹത്തെ നമുക്ക് അനുമോദിക്കാം, അഭിനന്ദിക്കാം. പക്ഷെ അതുണ്ടായില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്. അവിടെയാണ് ചതി വരുന്നത്. ഞാനൊരു കാര്യം അനിൽ നമ്പരെ, ഇതിലൊന്നും ചതിയുടെ പ്രശ്നമില്ല. ഞങ്ങൾ കൃത്യമായി പറഞ്ഞ, ഒന്നാമത്തെ തവണ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം 2 സ്ഥലത്തും ഒരേ സമയത്ത് മത്സരിക്കുകയാണ്. ഇത്തവണ അദ്ദേഹം ഒരിക്കൽ പോലും അവിടെ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടിയാണ്, നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഒറ്റയ്ക്കിരുന്ന കൂട്ടുകമ്പനിയാണ്. അത് കുറിക്കമ്പനി പോലത്തെ കൂട്ടുകമ്പനിയാണ്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയല്ല. ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. അതിനൊരു പ്രസിഡന്റും ആ പ്രസിഡന്റിന്റെ അധികാരങ്ങളും അതിന് വർക്കിംഗ് കമ്മിറ്റിയും ഇലക്ഷൻ കമ്മിറ്റികളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവരാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ അതല്ല, ഞാൻ ഇന്നലെ എടുക്കുന്നു, അമിത്ഷാ ഇന്നലെ എടുക്കുന്നു, ബാക്കിതാ നിങ്ങൾക്ക് ഇദ്ദേഹം തന്നേക്കാം എന്ന രീതി ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് അങ്ങേക്ക് തെറ്റിദ്ധാരണ വരുന്നത്. ഞങ്ങൾ ഒരു സ്ഥലത്തും ഞങ്ങൾ ഒരു സ്ഥലത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കേരളത്തിൽ മാത്രമേ മത്സരിക്കൂ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നേരത്തെ 2 തവണ മത്സരിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇന്ദിരാഗാന്ധി സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും മത്സരിച്ചില്ല. എന്ത് സംഭവിച്ചു? ഇന്ദിരാഗാന്ധി മത്സരിച്ച 2 സ്ഥലത്തും അവർ വിജയിച്ചില്ലേ? ഒരു സ്ഥലം രാജിവെച്ചില്ലേ? കരുണാകരൻ, കേരളത്തിലെ മുഖ്യമന്ത്രിയായ കരുണാകരൻ 2 സ്ഥലത്ത് മത്സരിച്ചു, 2 സ്ഥലത്തും വിജയിച്ചു, ഒരു സ്ഥലത്ത് രാജിവെച്ചു. അതിലൊന്നും തർക്കമില്ല. പിന്നെ നിങ്ങൾ പറയും ചതി. അങ്ങനെയാണ് വഡോദരക്കാരെ നിങ്ങൾ ചതിച്ചതല്ലേ? വഡോദരക്കാർക്ക് വോട്ട് വാങ്ങി നിങ്ങൾ അപ്പുറത്ത് പോയി അവിടെ കൂട്ടുകച്ചവടം തുടങ്ങി ആ വഡോദരക്കാരെ രാജിവെച്ചപ്പോ അത് ചതി എന്നല്ല അതിനും പറയാ. അവിടെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ വഡോദര മത്സരിക്കുമ്പോ ഞാൻ അവിടെ പോയി മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ജയിച്ചാൽ ഞാൻ അവിടേക്ക് പോകുന്നു. നരേന്ദ്രമോദി പറഞ്ഞില്ലല്ലോ. നരേന്ദ്രമോദിക്ക് എന്തോ ആവാം, അല്ലാതെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. 2 ഇടങ്ങളിൽ മത്സരിക്കുന്നു നേരത്തെ പ്രഖ്യാപിച്ചതാണ്, അല്ലാതെ ഇതുപോലെയല്ല. 2 ഇടങ്ങളിലും മത്സരിക്കുന്നത് പ്രഖ്യാപിച്ചിരുന്നു. അനിൽ നമ്പ്യാരെ ഞങ്ങൾ 2 തവണ കഴിഞ്ഞ തവണയും മത്സരിച്ചാണ്. ഇത്തവണ ഞങ്ങൾക്കൊരു സംശയം, മാഷിക്ക് സംശയം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. UP-യിൽ വലിയ ചലനം ഉണ്ടാക്കിയെന്നല്ലേ പറയുന്നത്? ഇന്ത്യ സഖ്യം അല്ല, ഒരു മിനിറ്റ്, ഇന്ത്യ സഖ്യം വലിയ ചലനം ഉണ്ടാക്കി UP-യിൽ. അല്ല, അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ UP-യിൽ തന്നെ ബലപരീക്ഷണം നടത്തുകയല്ലേ വേണ്ടത്? റായ്ബറേലിയിൽ തന്നെ ബലപരീക്ഷണം നടത്തുകയല്ലേ വേണ്ടത്? അതായത് അത് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ
ഇവിടെ 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 മറ്റൊരു മത്സരത്തിന് വേദിയൊരുക്കി കൂടുതൽ ശക്തി കാണിക്കാൻ കോൺഗ്രസിന് ഒരു അവസരമല്ലേ? ആ അവസരമല്ലേ നിങ്ങൾ കളഞ്ഞു കുടിച്ചത്? എന്റെ അനിൽ തമ്പേരെ, നിങ്ങൾ രാഷ്ട്രീയക്കാരന് മാത്രമല്ലല്ലോ, നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ? എന്തായിരുന്നു അമേത്തിയിലെ സ്മൃതി ഇറാനിയുടെ പങ്ക്? എന്തായിരുന്നു പ്രസംഗം? അവിടെ രാഹുൽ ഗാന്ധിയെ ഞാൻ തറപറ്റിക്കും, ആര് വന്നാലും ഞാൻ തറപറ്റിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചപ്പോ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ വീട്ടു വേലക്കാരൻ, രാഹുൽ ഗാന്ധിയുടെ അടുക്കളക്കാരൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോ ആ അടുക്കളക്കാരൻ എന്ന് നിങ്ങൾ വിളിച്ച ഒരു സ്ഥാനാർത്ഥി, അവർ ജയിച്ചത് ലക്ഷങ്ങൾക്കാണ്. നിങ്ങളെ സ്ഥാനാർത്ഥി പൊടിഞ്ഞ് പാളിസായി. ഞങ്ങൾക്ക് ആവശ്യം അതായിരുന്നു, ഈ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി വേണ്ട, ഞങ്ങളുടെ അടുക്കളക്കാരൻ നിങ്ങൾ വിശേഷിപ്പിച്ച ആളെ കൊണ്ട് തോൽപ്പിക്കലാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളുടെ രാഷ്ട്രീയം അത് ചെയ്തു. അതുകൊണ്ട് ഇനിയെങ്കിലും അടുക്കളക്കാരനൊന്നും ആരെയും വിളിക്കാതിരിക്കാനുള്ള വെല്ലുവിളിച്ച സ്മൃതി ഇറാനിയോട് ഏറ്റുമുട്ടുന്നതായിരുന്നു ചങ്കൂറ്റം. അതാണ് ചങ്കൂറ്റം. പക്ഷെ അതിന് അദ്ദേഹം തയ്യാറായില്ല. പറയട്ടെ, ഞങ്ങള് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി വേണ്ട, ആ അടുക്കളക്കാരൻ മതിയെന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ വിളിച്ച അടുക്കളക്കാരൻ, ആ അടുക്കളക്കാരൻ 1.5 ലക്ഷത്തിലാണ് തോറ്റത്. എവിടെ സ്മൃതി ഇറാനിയുടെ 250 കിലോമീറ്റർ നാവ് എവിടെ പോയി? കാണുന്നില്ലല്ലോ, എവിടെ കേൾക്കുന്നില്ലല്ലോ. നരേന്ദ്രമോദിക്ക് ഇനി എന്താ കാര്യത്തിൽ പറയാനുള്ളത്? രണ്ടാമത്തെ കാര്യം, പക്ഷേ സ്മൃതി ഇറാനി ജനൻ ടിവിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അവരൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, രാഹുൽ എന്തായാലും വയനാട്ടിൽ തുടരില്ല എന്ന്. ആ സ്മൃതി ഇറാനി പറഞ്ഞത് പാനലിസ്റ്റുകളും അതുപോലെ പ്രേക്ഷകരും കാണണം. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ അത് കാണിക്കാം.